ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ഒസാക്കയിലാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് ഫുക്കോയി എന്ന ടൗണിൽ നിന്ന് ട്രെയിനിൽ ഒസാക്കയിലെത്തിയത്. പിന്നെ ഒസാക്ക ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. യൂഷ്വലി ട്രെയിനോ ബസ്സോ എടുത്താണ് പോവാറ്. ഒസാക്ക കുറച്ച് ബിസി ടൗൺ ആയ കാരണം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇലക്ട്രിക് സൈക്കിൾ ഇവിടെ റെൻറ്റിന് കിട്ടും, എന്നാൽ പിന്നെ അതെടുത്തൊന്ന് കറങ്ങാമെന്ന് വെച്ചു. ഞങ്ങളിങ്ങനെ അതെടുത്ത് ഒസാക്കയിലെ ചെറിയ ചെറിയ സ്ട്രീറ്റ്സിൽ കൂടെയും എല്ലായിടത്തും കൂടെ ഇങ്ങനെ കറങ്ങിയിരിക്കുകയാണ്. സാധാരണമായി മിസ്സാവുന്ന കുറേ കാര്യങ്ങളും ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സുകളും ഇവിടുത്തെ കൾച്ചറും നമുക്ക് കാണാൻ പറ്റും. വന്ന സമയം നല്ല കാലാവസ്ഥയാണ്. ഇവിടെ മാർച്ച് അവസാനമായപ്പോഴാണ് എത്തിയത്. നല്ല തണുത്ത കാലാവസ്ഥയാണ്, എന്നാൽ ഫുള്ളി വിൻ്റർ രീതിയിലല്ല, വിൻ്റർ എൻഡ് ചെയ്യണ സീസണിലാണ് എത്തിയത്. അപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അധികം ചൂടുമില്ല, ഒന്നുമില്ല, വെയിലില്ല. അങ്ങനെ കറങ്ങിയടിച്ച് എത്തിയിരിക്കുന്നത് ഒസാക്കയിലെ ഏറ്റവും ഫേമസ് സ്പോട്ടായ ഡോൺടോംബൂരിയിലാണ്. ഇത് ഇവിടുത്തെ ഫേമസ് ഒരു ബ്രിഡ്ജും ഒരു സ്ട്രീറ്റുമാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ടൂറിസ്റ്റുകളായിട്ട് എല്ലാവരെയും കാണാൻ പറ്റുന്ന സ്ഥലം. ഇവിടുത്തെ ആൾക്കാരും ഒരുപാട് പേര് ഇവിടെ ഹാങ് ഔട്ട് ചെയ്യുന്ന ഏരിയയാണ്. ഭയങ്കരമായിട്ട് ലൈവ്ലി ആയിട്ടുള്ള ഏരിയയാണ്. കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും, സൂനിയർ ഷോപ്പിങ്ങിന് വരാം, ഗെയിം കളിക്കാൻ വരാം. ഒസാക്കയുടെ ഫുൾ എക്സ്പീരിയൻസ് ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങേറ്റം തൊട്ട് ഇങ്ങോട്ടും നടന്നാൽ കിട്ടും. തിരക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സമയമാണെങ്കിൽ. തിരക്കിൽ കൂടെ നടക്കാനൊരു രസമാണ്. നമ്മൾ പല ടൈപ്പുള്ള ആൾക്കാരെ കാണുന്നു, പല ടൈപ്പുള്ള ഷോപ്പുകൾ കാണുന്നു. ഇവിടുത്തെ എല്ലാ ഷോപ്പിൻ്റെയും മുകളിൽ അവർ വലിയ ഇൻസ്റ്റലേഷൻസ് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫണ്ണാണ് ഇതിൽ കൂടെ നടക്കാൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങളിത് തിരിച്ച് സിറ്റിയിൽ കൂടെ തന്നെ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ തിരിച്ച് പോവാണ്. ഇന്ന് ഈവനിങ് തൊട്ട് നൈറ്റ് വരെ ഇവിടെ സ്പെൻഡ് ചെയ്തു. വളരെ സന്തോഷകരമായൊരു സമയമായിരുന്നു. ഇപ്പോഴത്തെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ സീൻ ദ നെക്സ്റ്റ് വൺ.